ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ റഷ്യയും ചൈനയും കൂടി ഇടപെടുകയാണ്. ഇതുവരെ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകാതിരുന്ന ചൈനയും റഷ്യയും യുദ്ധത്തിന്റെ ഭാഗമാകുന്നതോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയേക്കുമോ എന്നാണ് ലോകത്തിന് ആശങ്ക. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നയതന്ത്ര ഇടപെടലാണ് ചൈന നടത്തുന്നത് എങ്കിൽ റഷ്യയുടേത് സൈനിക ഇടപെടലായിരിക്കുമെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ യുദ്ധത്തിൽ യുഎസിന് പൂർണ്ണ വിജയം നേടാൻ പറ്റാത്ത സാഹചര്യം റഷ്യയും ചൈനയും മുതലെടുക്കാൻ പോകുകയാണ് എന്ന്. ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഉപരോധിച്ചതോടെ ഇതിനെതിരെ റഷ്യ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനം ഒരുപക്ഷെ റഷ്യ സൈനികമായി തന്നെ ഇറാനൊപ്പം ഹോർമൂസിൽ ഇറങ്ങിയേക്കുമെന്ന സൂചന നൽകുന്നതാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ സഹകരണവും പിന്തുണയും ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടലാണ് ചൈന നടത്തുന്നത്. വ്യാഴാഴ്ച ഇറാൻ US രണ്ടാം റൗണ്ട് ചർച്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 4 നിർദ്ദേശങ്ങൾ ചൈന മുന്നോട്ട് വച്ചിട്ടുണ്ട്. അടുത്തിടെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ചൈന സന്ദർശിച്ചിരുന്നു. ചൈനയും UAEയുമായുള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഈ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് 4 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം പതിവായിരിക്കെ മേഖലയിലെ സമാധാനപരമായ സഹവർത്തിത്വം, വികസനങ്ങൾക്കും സുരക്ഷാ നയങ്ങൾക്കും ഇടയിലെ മികച്ച ഏകോപനം, അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കൽ, ദേശീയ പരമാധികാരത്തോടുള്ള പരസ്പര ബഹുമാനം എന്നീ 4 നിർദ്ദേശങ്ങളാണ് ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ചത്. പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളെ അകറ്റാതെയും പിണക്കാതെയും പിന്തുണയ്ക്കുക എന്നത് പ്രധാനമാണ് എന്നാണ് ചൈനയുടെ നിലപാട്. ഗൾഫ് മേഖലയുടെ പൊതുവായ സഹകരണവും സുസ്ഥിരമായ സുരക്ഷാ ഘടനയും കെട്ടിപ്പടുക്കാനായി പ്രവർത്തിക്കണമെന്നും സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള അടിത്തറ ഏകീകരിക്കുന്നതും സുപ്രധാനമായ കാര്യങ്ങളാണ് എന്നും ചൈന അറിയിച്ചിട്ടുണ്ട്. ഇറാൻ തുറമുഖങ്ങൾക്കെതിരെ അമേരിക്കൻ ഉപരോധം മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് വിത്ത് വിതയ്ക്കുമെന്നും വെടിനിർത്തൽ കരാറിനെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുമാണ് ചൈനയുടെ അഭിപ്രായം. ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത് റഷ്യയും ചൈനയും ഒപ്പമുണ്ടായിരുന്നു. റഷ്യൻ ചൈനീസ് സാറ്റലൈറ്റുകളുടെ സഹായവും ഇറാന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനികമായി റഷ്യയോ ചൈനയോ ഇറാനൊപ്പം യുദ്ധത്തിന് ഇറങ്ങിയിരുന്നില്ല. ഇനിയിപ്പോൾ സൈനിക സഹായം കൂടി റഷ്യ ഇറാന് നൽകുമോ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധത്തെ പ്രതിരോധിക്കാൻ റഷ്യ സൈനികമായി തന്നെ ഇറങ്ങിയേക്കുമെന്നാണ് നിലവിലെ സൂചനകൾ. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം ചർച്ചയായതായി സൂചനയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗൗരവപൂർവമായ ഇടപെടൽ US നടത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് സെർജി ലാവ്റോവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ ഹോർമൂസ് ഉപരോധം പ്രതിസന്ധിയിലാക്കുന്നത് ഇറാനെ മാത്രമല്ല എന്ന ഓർമ്മ US ഉണ്ടാകണമെന്നുകൂടി ലാവ്റോവ് പറഞ്ഞിട്ടുണ്ട്. ഹോർമൂസിൽ അമേരിക്ക കൂടി ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കുള്ള എണ്ണച്ചരക്ക് നീക്കങ്ങളാണ് പ്രതിസന്ധിയിലായത്. ഇതിൽ തന്നെ അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ചൈനയായിരിക്കും. കാരണം ചൈനയിലേക്കുള്ള എണ്ണ ഇറക്കുമതി 30% നടക്കുന്നത് ഹോർമൂസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ധന നീക്കം തടസ്സപ്പെട്ടാൽ ചൈനയും ഹോർമൂസ് ഉപരോധത്തിനെതിരെ രംഗത്തിറങ്ങിയേക്കും. ചൈനീസ് കപ്പലുകൾ സുഗമമായി ഹോർമൂസ് കടക്കുമെന്ന് ചൈന പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കൻ ഉപരോധമുള്ള റിച്ച് സ്റ്റാറി എന്ന ചൈനീസ് ബന്ധമുള്ള കപ്പൽ ഹോർമൂസ് കടലെടുക്ക് കഴിഞ്ഞ ദിവസം കടക്കുകയും ചെയ്തു. പ്രതിസന്ധി പരിഹരിക്കാൻ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്താനാകുമെന്ന് റഷ്യയും ചൈനയും സംയുക്തമായി തീരുമാനമെടുക്കും. ഇതിനായി സെർജി ലാവ്റോവ് വൈകാതെ ബീജിംഗ് സന്ദർശിക്കുമെന്നാണ് വിവരം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സന്ദർശനത്തിന് ശേഷം നിർണായക തീരുമാനങ്ങൾ പരസ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം അറബിക്കടലിൽ നാവികസേനയെ വിന്യസിച്ച് ഉപരോധം പ്രഖ്യാപിച്ചുവെങ്കിലും US സൈന്യം ഇതുവരെ സൈനിക നടപടി ആരംഭിച്ചിട്ടില്ല. ഇറാനെ സമ്മർദ്ദത്തിലാക്കി 2ാം റൗണ്ട് ചർച്ചയിൽ സ്വന്തം ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാനാണോ ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ജനിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ അമേരിക്കൻ ആകാശത്ത് വൻതോതിൽ സൈനിക വിമാന വിന്യാസം നടന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്നുള്ള സൂചനകൾക്കിടയിലാണ് വിമാന വിന്യാസത്തിന്റെ വാർത്തകൾ വരുന്നത്. ഇറാനുമായി നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്ന സൂചനകൾ നിലവിൽ തന്നെയുണ്ട്. അങ്ങനെ യുദ്ധം പുനരാരംഭിച്ചാൽ ഒരുപക്ഷെ ആണവ യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നും ആശങ്കയുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക വിപുലമായ തയ്യാറെടുപ്പ് നടത്തുന്നത്. 2 ഘട്ടങ്ങളിലായി തങ്ങളുടെ ഒരുക്കം ലോകം മുഴുവൻ അറിയിക്കുന്ന തരത്തിലാണ് അമേരിക്ക സേനാ വിന്യാസത്തിന്റെ റിഹേഴ്സൽ നടത്തിയത്. വൻതോതിലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിര തന്നെ റിഹേഴ്സലിൽ അണിനിരന്നു എന്നത് അമേരിക്ക നടത്തുന്ന സൈനിക നീക്കത്തിന്റെ വിപുലത തെളിയിക്കുന്നതാണ്.
ശത്രു സൈന്യയുടെ റഡാർ വിവരങ്ങൾ ചോർത്തുന്ന കോമ്പാറ്റ് സെൻ വിമാനങ്ങളെ ട്രാക്ക് ചെയ്യുന്ന കമാൻഡ് സെന്ററായ E2 സെൻട്രി അവാക്സ്, വൻ ബോംബുകൾ വഹിക്കുന്ന സ്ട്രാറ്റോ ഫോർട്രസ് B-52H ബോംബർ വിമാനങ്ങൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു കൊടുക്കുന്ന സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ, കപ്പലുകളെയും മുങ്ങിക്കപ്പലുകളെയും നിരീക്ഷിക്കുന്ന പസൈഡനുകൾ എന്നീ യുദ്ധവിമാനങ്ങൾ റിഹേഴ്സലിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു വിമാന കോമ്പിനേഷനാണ് ഇതെന്നാണ് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. ശത്രുവിന്റെ അതിർത്തി ഭേദിച്ച് ഉള്ളിൽ കയറി ആക്രമണം നടത്തി സുരക്ഷിതമായി മടങ്ങുന്ന പരിശീലനമായിരിക്കാം ഒരുപക്ഷെ റിഹേഴ്സലിലൂടെ ലക്ഷ്യമിട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ഈ വിമാനങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ ഡൂംസ്ഡേ പ്ലെയിനുകളായ 2 ബോയിങ് E-6B മെർക്കുറി വിമാനങ്ങളും, ശത്രു സൈന്യയുടെ ആശയവിനിമയം നിരീക്ഷിക്കുന്ന റിവെറ്റ് ജോയിന്റ്, ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യുന്ന കോബ്ര ബാൾ എന്നിവയും പരിശീലന പറക്കലിനായി ആകാശത്ത് ഉണ്ടായിരുന്നു എന്നതും റിഹേഴ്സലിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. US പ്രസിഡന്റ് ആണവായുധം വഹിക്കുന്ന മുങ്ങിക്കപ്പലുകൾ, ബോംബർ വിമാനങ്ങൾ, ഭൂഗർഭ കേന്ദ്രങ്ങൾ എന്നിവ തമ്മിലുള്ള സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പാക്കുന്ന കമാൻഡ് പോസ്റ്റാണ് ഡൂംസ്ഡേ വിമാനങ്ങൾ എന്നറിയപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ രംഗത്തിറങ്ങുന്നത് വലിയൊരു സൈനിക നീക്കത്തിന്റെ സൂചനയാണ് നൽകുന്നത്. വഴങ്ങിയില്ലെങ്കിൽ ഇറാന് സർവനാശമായിരിക്കും ഫലമെന്ന് മുൻപും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു.